ചെമ്പേരി ലൂർദ് മാതാ മാതൃവേദി അമ്മമാര്, ക്രിസ്തീയ മേശയിലെ പൈതൃക വിഭവങ്ങൾ, അമ്മച്ചിയുടെ അടുക്കള എന്ന പേരിൽ ഇപ്പൊ നമ്മുടെ പരമ്പരാഗതമായിട്ട് നമ്മുടെ പഴയ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ഭക്ഷ്യ വിഭവങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കി ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, ഒരു ആരോഗ്യമുള്ള അടുക്കളയിലൂടെയാണ് ആരോഗ്യമുള്ള ആൾക്കാർ ഉണ്ടാകുകയുള്ളൂ. പഴയ കാലങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു പോകുവാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനം നമുക്ക് ഇതിൽ കൂടെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ വിശദീകരിക്കാൻ പോന്നിരിക്കുന്നത് സെലിനാണ്. അപ്പൊ സെലിന, ഇത് എന്താണെന്ന് വിശദീകരിക്കാം? ഇത് വട്ടയപ്പമാണ്. ഇത് ഇല്ലിപ്പുട്ട്, മുത്താറി കൊണ്ട് പഴയ കാലത്ത് ഇല്ലിക്കകത്ത് പുട്ടുണ്ടാക്കിയാണ്. ഇത് നെയ്യപ്പം. ഇത് പഴയ കാലത്ത് ഉഴുന്നാടവല്ലി എന്ന് പറയും. ഇത് നമ്മൾ ഉണ്ടാക്കിയതാണോ? ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതെങ്ങനെയാന്ന് പറയാവോ? ഇത് അരിപ്പൊടി, നന്നായിട്ട് വറുത്ത അരിപ്പൊടി, അതിനകത്ത് ഉഴുന്നും കൂടെ വറുത്ത് പൊടിച്ച് ചേർത്തിട്ട് പിന്നെ ഇച്ചിരി ഉപ്പും പിന്നെ കായപ്പൊടിയും ചേർത്ത് തേങ്ങാപ്പാലി കുഴച്ച് അതിങ്ങനെ ഉരുട്ടി എണ്ണയ്ക്കകത്തിട്ടാക്കുന്നു. ഓക്കെ, നീ അമ്മ ചേച്ചി എന്നാ പറയാൻ പോന്നേ? ഇത് വെള്ളുകപ്പയാണ്, പൊടിച്ച് വെള്ളത്തിൽ കലക്കി കുറുക്കി. ഓക്കെ, ഇത് അവല് നനച്ചത്. താങ്ക് യു. ഇത് ഉണ്ടക്ക. ഇത് പിന്നെ ചക്കപ്പഴം കൊണ്ടുണ്ടാക്കിയ കുമ്പളല്ലേ? ഇത് പഴയ കാല ചക്കക്കൂര് വറുത്ത് പൊടിച്ച് നനച്ചതാണ് അല്ലേ? തേങ്ങ കൂട്ടി. ഓക്കെ, ഇത് കൊഴുക്കട്ട, അരിപ്പൊടി ചൂടുവെള്ളത്തിൽ കുഴച്ച് തേങ്ങയും കൂട്ടി കുഴച്ചിട്ട് ഉള്ളില് മധുരം വെച്ചിട്ടുണ്ടാക്കിയത്. ഇത് ചിരട്ടയപ്പം. പണ്ട് ചിരട്ടക്കകത്തായിരുന്നു അല്ലേ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നല്ലേ? ഇത് അവല് വിളയിച്ചത്. ഓക്കെ, ഇത് പിടിയും കോഴി, നാടൻ കോഴി അല്ലേ? നാടൻ കോഴി വറുത്തരച്ച് കറി വെച്ചത്. ഇത് ചക്കപ്പഴം കൊണ്ട് അലുവ ഉണ്ടാക്കി. ഇത് പിന്നെ കശുവണ്ടി പിളർന്നിട്ട് അതിനുള്ളിൽ മാവ് വെക്കും. നമ്മൾ കുഴലപ്പമൊക്കെ ഉണ്ടാക്കുന്ന മാവ് തന്നെയാണ് ഇത്. അതുകൊണ്ട് അതിനെ പ്രസ് ചെയ്തിട്ട് അതിന്റെ രൂപത്തിൽ ആക്കിയെടുത്ത് വിളയിച്ചത്. ഇതും ഇതേ കൂട്ട് തന്നെയാണ്, ഈ കുഴലപ്പത്തിന്റെ കൂട്ട് തന്നെയാണ്. അതുകൊണ്ട് ചീട എന്ന് പറയും ഇതിന്റെ പേര്. ഇത് അവലോസ് വറുത്ത് പൊടിച്ച് നമ്മൾ അവലോസ് ഉണ്ട ഉണ്ടാക്കും. ആ ഉണ്ട ഉണ്ടാക്കുന്ന ആ അവലോസ് പൊടി ഇതൊരു മണ്ടക എന്ന് പറയും. ഈ പുറമേ കാണുന്ന ഈ കുമ്പിളിന് അത് നമ്മൾ പരത്തി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതാണ് ഈ സാധനം, ചുരുട്ട് എന്ന് പറയും. ഇത് കുഴലപ്പം എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇത് ചക്ക വറുത്തത്. ഇത് പൂവപ്പൊടിയും കൊണ്ട് അടയുണ്ടാക്കി. ഓക്കെ, ഇത് കപ്പ വറുത്തത്. ഇത് ചക്കക്കുരു വറുത്ത് പൊടിച്ച് ഉണ്ടയാക്കിയത്. ഇതെന്താ സുജയ? ഇത് പാലക്കാടൻ ജില്ലകളിലെ പള്ളികളിലെ ഊട്ടുനേർച്ചയ്ക്ക് കൊടുക്കുന്ന ഒരു വിഭവമാണ് തമുക്ക് എന്ന് പറയും. ഇത് കപ്പ അവിയൽ ഉണ്ടയാക്കി എടുത്തത്. ഇത് ചക്കക്കുരു വറുത്തത്. ശിവചേച്ചി, ഇത് അവലുകപ്പം നനച്ചതാണ്. ഇത് ഇലയടയാണ്. ഇത് കപ്പ ഉതിരാണ്. ഇത് കളിയടയ്ക്ക എന്ന് പറയും. രസമുണ്ടല്ലേ? ഇത് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത്. ഇത് സാധാരണ വറുത്ത അരിപ്പൊടി കൊണ്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ ചൂടുവെള്ളത്തിൽ നനച്ച് തേങ്ങയും ഉള്ളിയും ജീരകവും ചേർത്തിട്ട് എണ്ണക്കിട്ട് വറുത്തെടുക്കുന്നതാണ്. ശിവചേച്ചി, ഇത് അവലോസുണ്ടയാണ്. ഇത് അരിമുറുക്ക്. ഇത് ചീപ്പപ്പം. ഇത് ഓട്ടട. ഓക്കെ, ഇത് അച്ചപ്പം. ഇത് അവലോസുണ്ടയുടെ പൊടിയാണ്. ഇത് ഗോതമ്പ് വറുത്ത് പൊടിച്ചത്. ഇത് കൂവപ്പൊടിയും കൊണ്ട് കുറുക്ക്. ഓക്കെ, താങ്ക് യു. ഇത് അരി വറുത്തതും ഉണ്ട ചക്കരയുണ്ട് അല്ലേ? ചക്കര ഓലച്ചക്കര. ഇത് ഈന്തങ്ങ പുട്ട്. ഇത് ഇടിയപ്പം. ഇത് മധുരസേവ. താങ്ക് യു. ഇതന്നെ ചേച്ചി, ഇങ്ങനെയാണ് പുഴുങ്ങിക്കൊണ്ടിരുന്നത് പണ്ട്? കാലത്തെ പുട്ട് പുഴുങ്ങിയത് പണ്ട് ഇങ്ങനെയായിരുന്നോ? തുണി കെട്ടിയിട്ടായിരുന്നല്ലേ? തുണി കെട്ടിയിട്ടുള്ള പുട്ട് പുഴുങ്ങല്. ഇത് ഗോതമ്പട, ഗോതമ്പിന്റെ ഓട്ടടയല്ല, അട അല്ലേ? അട. ചക്കക്കുരു ഉണ്ട. മുരിങ്ങയില ചമ്മന്തി. അതെ, ഈന്തും മുരിങ്ങയില ചമ്മന്തിയും കോമ്പിനേഷൻ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പണ്ട് ഈന്ത് പുഴുങ്ങിയതിന് ഈ ചമ്മന്തി കൂട്ടിയിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നതാണ് പറഞ്ഞത്. ഇത് ഈന്തങ്ങ പൊടി കൊണ്ടുള്ള കുമ്പിളപ്പമാണ്. അരിപ്പൊടിക്ക് പകരം ചക്കപ്പഴവും ഈന്തങ്ങയും കൂടെ വെച്ചിട്ടുള്ള. ഇത് ഏലാഞ്ചി. ചേച്ചി, ഇത് ചക്ക വരട്ടിയതാണ്. ഇത് ചക്ക വരട്ടിയെടുത്ത് ഉണ്ടയാക്കി അല്ലേ? ഇത് ചക്കയുടെ അടയും. അതെ, ഇത് പാച്ചോറ്. താങ്ക് യു. അപ്പൊ എല്ലാരും എല്ലാം ഒന്ന് എടുത്ത് ഇത് നമ്മുടെ പഴയകാല ഇതാണ്. നമ്മുടെ പാള ഇങ്ങനെ കൂട്ടി ഉണ്ടാക്കുന്ന എല്ലാം ഇട്ട് വെക്കുന്നതിൻ്റെ അകത്തായിരുന്നു. അതുപോലെ ഈ ഉറിക്കകത്തായിരുന്നു എല്ലാ സാധനങ്ങളും സൂക്ഷിച്ചുകൊണ്ടിരുന്നത്.